അന്തരിച്ച മുൻ ധനകാര്യമന്ത്രിയും കേരള കോൺഗ്രസ് ചെയർമാനുമായ കെ.എം. മാണിയുടെ ഭൗതിക ശരീരം അല്പസമയത്തിനകം തന്നെ പാലാ സെൻറ് തോമസ് കത്തീഡ്രലിൽ എത്തിക്കും. ഇവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വീട്ടിൽ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പാലാ നഗരം വലം വയ്ക്കുകയാണ്. അതിനുശേഷം സെൻറ് തോമസ് കത്തീഡ്രലിലേക്ക് എത്തും. അവിടുത്തെ ശുശ്രൂഷകൾ, അതായത് പള്ളിയിലെ പ്രാർത്ഥനകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പൊതുദർശനത്തിനായി വയ്ക്കും. പള്ളിയിൽ നിരവധി ആൾക്കാർ എത്തിയിട്ടുണ്ട്. വീട്ടിൽ നമ്മൾ അല്പം മുമ്പ് കണ്ട പോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ കൂടി നിൽപ്പുണ്ട്. അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി എത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവരും നാട്ടുകാരും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയൊരു ജനസഞ്ചയം തന്നെ സെൻറ് തോമസ് കത്തീഡ്രലിൽ ഉണ്ട്. ഇവിടെ ഈയൊരു ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുവാനായി നിരവധി ആൾക്കാർ എത്തിയിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം ഈ കോട്ടയത്തെയും അതുപോലെ പാലാ നിവാസികളെയും ഒക്കെ തന്നെ വളരെ വലിയ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൻ്റെ നെടുന്തൂണും അതുപോലെ കേരള കോൺഗ്രസിൻ്റെ നെടുന്തൂണുമായ ഈ കെ.എം. മാണിയുടെ വിയോഗം അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ A.K. ആൻ്റണി, അതുപോലെ കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ മുഗൾ വാസ്നിക് എത്തിയിരുന്നു. അദ്ദേഹം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി റീത്ത് വെക്കുകയുണ്ടായി. കൂടെ K.C. വേണുഗോപാലും ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി, അതുപോലെ P.J. കുര്യൻ, നിരവധി രാഷ്ട്രീയ പ്രമുഖരെത്തി. ഇടതുപക്ഷത്ത് നിന്നുമുള്ള മന്ത്രിമാരുമൊക്കെ എത്തി. BJP-യുടെ സ്ഥാനാർത്ഥിയായ K. സുരേന്ദ്രൻ, അതുപോലെ തന്നെ ആലപ്പുഴയിലെ LDF സ്ഥാനാർത്ഥിയായ A.M. ആരിഫ് ഉൾപ്പെടെയുള്ള നിരവധി രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ തന്നെ അദ്ദേഹത്തിന് വീട്ടിലെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. എന്നാലും രാവിലെ 7:30 മുതൽ തുടങ്ങിയ ഈ ഒരു പൊതുദർശനം അവസാനിച്ചത് അല്പം മുമ്പാണ്. അതിനുശേഷമാണ് ഈ ശുശ്രൂഷ ക്രിയകളൊക്കെ നടന്നത്. ശുശ്രൂഷയ്ക്ക് ശേഷം ഇപ്പോൾ മൃതദേഹം പാലാ നഗരത്തെ വലം വയ്ക്കുകയാണ്. അവിടെ വലം വെച്ചതിന് ശേഷമാണ് ഈ പള്ളിയിലേക്ക് കൊണ്ടുവരിക. പള്ളിയിലെത്തിയതിന് ശേഷമാണ് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക. അതായത് 1025 നമ്പർ കല്ലറയിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നത്. ഇവരുടെ കുടുംബ കല്ലറയാണിത്. എന്തായാലും ഈ ഒരു വളരെ വലിയ ഒരു ജനസഞ്ചയം തന്നെ ഇപ്പോൾ പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഈ പാലാ നഗരത്തിൽ ഇപ്പോൾ ഹർത്താൽ ആചരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്നിട്ട്, നിര്യാണത്തെ തുടർന്നിട്ട് ഇപ്പോൾ പാലാ നഗരത്തിൽ കടകമ്പോളങ്ങളൊക്കെ അടച്ച് വ്യാപാരികൾ ഹർത്താൽ ആചരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പാലാ സെൻറ് തോമസ് കത്തീഡ്രലിൽ മറവ് ചെയ്യും.